ശരി. അഡ്വക്കേറ്റ് ബി ജി വിഷ്ണു, ഇപ്പോൾ ഒരു ഫാക്ടറിക്ക് ടെൻഡർ വിളിക്കേണ്ടതുണ്ടോ? അവർക്കത് നടത്തിക്കൂടെ? മുന്നോട്ട് പോകുന്നതിൽ എന്താണ് തെറ്റ്? പ്രത്യേകിച്ച് ഒരു സർക്കാർ സംരംഭമായി തുടങ്ങുന്നതല്ല, ഒരു നിക്ഷേപം മാത്രമാണ്. അതിൻ്റെ നിയമവശങ്ങൾ കൂടി ഒരുപക്ഷെ താങ്കൾക്ക് അറിയാമായിരിക്കും. എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 28/3/2026 എഥനോൾ പൂർണ്ണമായും നിർമ്മിച്ച് പെട്രോളിയം കമ്പനികൾക്ക് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായി ഒയാസിസ് കമ്പനിയുമായി കേന്ദ്ര പെട്രോളിയം കമ്പനികൾ ഏർപ്പെട്ട കരാർ സ്വാഭാവികമായി അവിടെ അവസാനിക്കും. അതെ, കേന്ദ്ര സർക്കാർ ഈ ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ, കേന്ദ്ര സർക്കാരല്ല, പെട്രോളിയം കമ്പനികൾ ഒപ്പുവയ്ക്കുമ്പോൾ തന്നെ കൃത്യമായി ഇലപ്പുള്ളി അവിടെ മാർക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൽ കൃത്യമായി അതിനു മുമ്പ് തന്നെ കേരളത്തിലെ സർക്കാരും ഈ കമ്പനിയും തമ്മിൽ കൃത്യമായ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം 26 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൗർബല്യമുള്ള ഒരു ജില്ലയിൽ നിന്നുകൊണ്ട് അവർക്ക് എത്തനോൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി അല്ലെങ്കിൽ പെട്രോളിയം കമ്പനിയുമായുള്ള ആ ധാരണ 2026 മാർച്ച് അവസാനത്തോടുകൂടി അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതൊരു മദ്യനിർമ്മാണ കമ്പനിയായി മാറും. കേരളത്തിൽ ഇപ്പോൾ 20 എണ്ണമുണ്ട്, അതിൽ 17 എണ്ണം പൂർണ്ണമായി പ്രവർത്തിക്കുന്നു. അതിൽ തന്നെയുള്ള അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് കേരളത്തിന് വേണ്ടത് മദ്യത്തിൻ്റെ 50% കപ്പാസിറ്റി മതി കേരളത്തിൽ ആവശ്യമായ പൂർണ്ണ മദ്യം നൽകാൻ. എന്നിട്ടും വീണ്ടും സർക്കാർ അത്തരത്തിലുള്ള ഒരു ബ്രൂവറി കൊണ്ടുവരുന്നത് കൃത്യമായ അഴിമതിയും സാമ്പത്തിക ലക്ഷ്യവും കണ്ടിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇലപ്പുള്ളി പഞ്ചായത്തിലടക്കം പാലക്കാട് അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, അവിടെ MLAക്ക് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം അവിടുത്തെ MLA ആണ്, മന്ത്രിയാണ്, അദ്ദേഹം 10 വർഷം, അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾക്കതിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹത്തെ പോലെ പാലക്കാട് ജില്ലയുടെ മുക്കും മൂലയും അറിയാവുന്ന ഒരു മന്ത്രി തന്നെ സ്വന്തം ജില്ലയിൽ ഇത്രയും ക്ഷാമം അനുഭവിക്കുന്നിടത്ത്, ഇത്രയും കർഷകരുള്ള ജില്ലയിൽ കർഷകർക്ക് വേണ്ടി സേവനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സേവനമാണ് നടത്തുന്നത്? കർഷകർക്ക് അവിടെ അടിസ്ഥാന ആവശ്യത്തിനുള്ള നെല്ലിന് വില ലഭിക്കുന്നില്ല. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി കർഷകർ പാലക്കാട് സമരത്തിലാണ്. അതെന്താ പരിഹരിക്കാൻ സ്വന്തം മന്ത്രിക്ക് കഴിയാത്തത്? അതാണ് അദ്ദേഹം ആദ്യം ഉത്തരം പറയേണ്ടത്. പാലക്കാട് ജില്ലയിൽ വെള്ളം കൊണ്ടുവരുന്നില്ല. ജൽജീവൻ മിഷൻ പ്രകാരം കേന്ദ്ര സർക്കാർ കൂടി ഫണ്ട് നൽകുന്ന പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ജില്ലയാണ് പാലക്കാട് ജില്ല. അദ്ദേഹം അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ജനങ്ങളോടും കർഷകരോടും ഇത്രയും ആത്മാർത്ഥമായിട്ടാണെന്ന് ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതല്ലേ ആദ്യം പരിഹരിക്കപ്പെടേണ്ടത്? എന്തേ അത് ആദ്യം പരിഹരിക്കപ്പെടുന്നില്ല? അവിടെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ജനങ്ങളുടെ അടിസ്ഥാനമായ ജീവൽ പ്രശ്നങ്ങളും ജൽജീവൻ മിഷൻ വഴി ശുദ്ധജലവും വീട്ടിലെത്തിക്കാൻ കഴിയാത്തവർ. ഇപ്പോൾ മലമ്പുഴ ഡാമിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ നിന്നുള്ള ഹൈക്കോടതി വിധിയുണ്ടെന്ന് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന മന്ത്രി തന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ്. കാരണം കേരളത്തിലെ നിലവിലുള്ള ഡിസ്റ്റിലറികളിൽ തന്നെ കപ്പാസിറ്റിയുടെ 50% വഴി കേരളത്തിലെ ആവശ്യമുള്ള മദ്യം നിർമ്മിക്കാൻ. പക്ഷേ ഈ കരാറ് കേന്ദ്ര പെട്രോളിയവുമായി കമ്പനികളുമായി ബന്ധപ്പെട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഇതൊരു മദ്യനിർമ്മാണ യൂണിറ്റായി മാറും. വളരെ എളുപ്പത്തിൽ സംസ്ഥാന സർക്കാരും ഈ ഒയാസിസ് എന്ന കമ്പനിയും ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. കാര്യം കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റിൽപ്പെടുത്തിയത് ഒരു ധാരണ ഉണ്ടാക്കിയതിന്റെ പേരിൽ മാത്രമാണ്. അത് എഥനോൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി ആരാണ് യാഥാർത്ഥ്യമാക്കിയത്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഗ്യാപ് വൈബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമായത്. അന്ന് അധികാരത്തിലായിരുന്നു ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് എത്രയോ തവണ CPM ഇതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിന്? പാവപ്പെട്ട തൊഴിലാളിയെയൊക്കെ ഇല്ലെങ്കിൽ തീരദേശ നിവാസികളെയൊക്കെ സംഘടിപ്പിച്ച് വലിയ ജാഥയും ഈ പറഞ്ഞതുപോലെ ചങ്ങലയൊക്കെ നടത്തിയവരാണ്. അന്ന് വലിയ പ്രക്ഷോഭമായിരുന്നു. അദാനിയെ ഞങ്ങൾ ഇവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല, അദാനിക്ക് തീരെഴുതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വലിയ പ്രക്ഷോഭം നടത്തിയവർ. ഒരൊറ്റ ദിവസം അദാനി വന്ന് കോടിയേരി ബാലകൃഷ്ണനെ AKG സെന്ററിൽ സന്ദർശിച്ച ദിവസം കൊണ്ട് എല്ലാ പ്രക്ഷോഭവും LDF അവസാനിപ്പിച്ചു. പിന്നീട് അവർ തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ പറയുന്നത് ഞങ്ങളാണ് ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതെന്ന്. എത്രയോ വർഷമായി കേരളത്തിൽ ഈ ഇന്ത്യ സഖ്യവും അവരുടെ UPA സർക്കാരിന് പിന്തുണച്ച LDF സർക്കാരുകളൊക്കെ കേന്ദ്രത്തിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്താ ഈ പദ്ധതി നടപ്പിലാക്കാൻ പോയത്? കാരണം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ പദ്ധതി നടപ്പിലായത്. ദേശീയപാത അടക്കം ഭാരത്മാല പദ്ധതിയുടെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം തന്നെയാണ് ഈ രാജ്യമെമ്പാടും വലിയ തരത്തിലുള്ള റോഡുകൾ നിർമ്മിച്ചത്, ഈ രാജ്യത്ത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്കിരിക്കട്ടെ എന്ന് ക്രെഡിറ്റ് എടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അതിൽ ഞങ്ങൾ അതിനെ ആക്ഷേപിക്കെടുക്കട്ടെ. ഏത് വികസന പ്രവർത്തനത്തിനും കേരളത്തിലായാലും രാജ്യത്തിന്റെ ഏത് കോണിലും നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണയുണ്ട്. പക്ഷേ വ്യവസായത്തിന്റെ മറവിൽ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനും ജനങ്ങളെ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ഈ ഡിസ്റ്റിലറി പൂട്ടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.